നമ്മളപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമ്പ്യൂട്ടർ ത്രെഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇട്ടിരുന്നത് അല്ലേ. എന്തൊക്കെയാണ് തെഫ്റ്റ്, നമുക്ക് വരുന്ന ക്രൈംസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു, വൈറസ് എന്താണ്, വൂം എന്താണ്, ട്രോജൻ ഹോഴ്സ്, അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി അതിൻ്റെ ബാക്കിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് സ്പാംസ്. സ്പാംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജങ്ക് മെയിൽസ് എന്ന് പറയും. അത് ഇമെയിൽസാണ്. നമുക്ക് ഓരോ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിനൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് വരുന്ന അൺവാണ്ടഡ് ഇമെയിൽസിനെയാണ് നമ്മൾ സ്പാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്പാംസിൽ കുറേ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അറിയാണ്ടൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെർട്ടൈൻ വൈറസസ് ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരും. അപ്പോൾ അതാണ് സ്പാംസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ സർവീസ് പ്രൊവൈഡറൊക്കെ ഈ ഇമെയിലിൽ ഒറിജിനൽ ആയിട്ടുള്ളത് ഏതാണ് അല്ലെങ്കിൽ സ്പാംസ് ഏതാണെന്നൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മളുടെ മെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പാം മെയിൽസ് എന്ന് പറഞ്ഞിട്ട് സ്പാംസ് ഒക്കെ അതിലാണ് വന്ന് കിടക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്പാം ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരു വിധത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ അതാണ് സ്പാം എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് തെഫ്റ്റാണ് ഹാക്കിംഗ്. ഹാക്കിംഗ് നമുക്കറിയാം എന്താണെന്നുള്ളത് അല്ലേ. ഒരു IT പ്രൊഫഷണലോ അത്രയും കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എക്സ്പേർട്ടോ ഒക്കെയാണ് ഈ ഹാക്കിങ് ചെയ്യുന്നത്. അപ്പം അത്രയും കമ്പ്യൂട്ടറിൽ അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഹാക്കിങ് ചെയ്യുക. ഹാക്കിംഗ് എന്ന് വെച്ചാൽ എന്താ, ഒരാളുടെ ഡീറ്റെയിൽസ് എല്ലാതും ആളുടെ അനുവാദം ഇല്ലാതെ ശേഖരിച്ച് അതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തി പൈസയും കാര്യങ്ങളൊക്കെ മേടിച്ചെടുക്കുന്ന അത്തരത്തിലുള്ള ഒരു ത്രെട്ടിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അവിടെ കമ്പ്യൂട്ടർ ക്രിമിനൽസും ഉണ്ട്, അതുപോലെ തന്നെ അത്രയും സെക്യൂരിറ്റി എക്സ്പേർട്സും ഉണ്ട്. ഇനി ഇവിടെ ഹാക്കിങ്ങിൽ വൈറ്റ് ഹാറ്റ്സെന്നും അതുപോലെ തന്നെ ബ്ലാക്ക് ഹാറ്റ്സെന്നും രണ്ട് രീതിയിലുള്ള ഹാക്കേഴ്സ് ഉണ്ട്. ഈ വൈറ്റ് ഹാറ്റ്സ് എന്ന് പറയുന്ന ഹാക്കേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹാക്കിങ് നല്ലതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ ഒരു വലിയൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി അതിനെ മറ്റുള്ളവരെ ഹാക്ക് ചെയ്യാത്ത രീതിയിൽ സെക്യൂർഡായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഹാക്കിംഗ് അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മുടെ ഡാറ്റ വേറൊരാളെ ഹാക്ക് ചെയ്തെടുക്കാതിരിക്കാൻ നമുക്കും ഹാക്കിംഗ് അറിഞ്ഞിരിക്കണം. അപ്പം നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരാളുടെ പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാത്ത നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന അല്ലെങ്കിൽ അവരെ പറയുന്നതാണ് വൈറ്റ് ഹാറ്റ്സ്. എത്തിക്കൽ ഹാക്കേഴ്സ് എന്നും പറയും. നെക്സ്റ്റ് ആണ് ബ്ലാക്ക് ഹാറ്റ്സ്. അവർ ക്രിമിനൽസ് ആണ്. അവിടെ എന്താ ചെയ്യുക, മറ്റുള്ളവരുടെ ഡാറ്റാസൊക്കെ എടുത്ത് അതിനെ നശിപ്പിക്കും. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെയാണ് ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയുന്നത്. അവരെന്താണ്, ക്രിമിനൽസ് ആണ്. നെക്സ്റ്റ് ത്രെട്ടാണ് ഫിഷിങ്. ഫിഷിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ്, ഒറിജിനൽ ആയിട്ടുള്ളൊരു വെബ്സൈറ്റിനെ പോലെ തന്നെ അതിനോട് സിമിലറായിട്ട് തന്നെ ഒരു വെബ്സൈറ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് വല്ല ബാങ്കിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ വല്ല എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് ജെന്യുവനാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡീറ്റെയിൽസ്, യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ, അക്കൗണ്ട് നമ്പർ, അങ്ങനെ കുറേയൊക്കെ നമ്മൾ ഇൻഫോർമേഷൻസ് നമ്മൾ അതിലേക്ക് കൊടുക്കും. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും, അവർ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ ഫിനാൻഷ്യലി നമുക്ക് വരുന്ന ത്രെട്ടിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് ഡിനയൽ ഓഫ് സർവീസ്, ഡോസ് അറ്റാക്ക്. ഡോസ് അറ്റാക്ക് കൂടുതലായിട്ടും എയിം ചെയ്യുന്നത് വെബ് സെർവേഴ്സാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കാറില്ലേ, സെർവർ ഹാക്ക് ചെയ്തു. അപ്പോൾ ഒരു വെബ് സെർവറിനെ എയിം ചെയ്തിട്ട് ഉള്ള ഒരു അറ്റാക്കിനെയാണ് നമ്മൾ ഡോസ് അറ്റാക്ക് എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു വെബ് സെർവറിനെ അവർ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഡാറ്റയൊക്കെ അവർ സ്റ്റീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ഡോസ് അറ്റാക്ക്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക്. മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ എന്ത് ചെയ്യുന്നു, മെസ്സേജസ് അയക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടുപേരും മെസ്സേജസ് അയക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ആ മെസ്സേജുകൾ അല്ലെങ്കിൽ ഡാറ്റേനെ ഹാക്ക് ചെയ്തെടുത്ത് കൊണ്ടുപോകുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. രണ്ട് പേര് തമ്മിലുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജിങ്, അതിൻ്റെ ഇടയിൽ വന്ന് നമ്മുടെ ഡാറ്റയൊക്കെ ചോർത്തിയെടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരു അറ്റാക്കിനെയാണ് നമ്മൾ മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ത്രെട്ടുകൾ വരുന്നത്, കമ്പ്യൂട്ടർ ത്രെട്ടുകൾ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് പ്രിവെൻറ്റിങ് നെറ്റ്വർക്ക് അറ്റാക്സ്. ഇതുപോലുള്ള അറ്റാക്കുകൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്, അതിനേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതിലൊന്നാമത്തെയാണ് ഫയർ വാൾ. ഫയർ വാൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഇമെയിൽസ് ഒക്കെ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫയർ വാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൻ്റെയും നമ്മളുടെ സിസ്റ്റത്തിൻ്റെയും സെൻറ്ററിൽ ഒരു വാള് പോലെ നിൽക്കും. അത് ആവശ്യമുള്ള ഡാറ്റേനെ മാത്രമേ നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് തരുള്ളൂ. ഇൻ്റർനെറ്റിൽ നിന്ന് വരുന്ന ഡാറ്റകളിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് ഒരു ദോഷം വരാത്ത രീതിയിലുള്ള ഡാറ്റേനെ ആയിരിക്കും കടത്തി വിടുന്നത്. അപ്പം അങ്ങനെ ഒരു വാൾ പോലെ നിർത്താനായിട്ടാണ് ഫയർ വാൾ ഉള്ളത്. എ ഫയർ വാൾ ഈസ് എ സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും നെറ്റ്വർക്ക് ട്രാഫിക്കൊക്കെ അനലൈസ് ചെയ്ത് ഏതൊക്കെ ഡാറ്റ നമുക്ക് വേണം, ഏതൊക്കെ ഡാറ്റ അവിടെ നിർത്തണം എന്നൊക്കെ തീരുമാനിക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഫയർ വാൾ ആണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഒരു പ്രിവെൻഷനാണ് ആൻറ്റി വൈറസ് സ്കാനർ. നമ്മൾ പറഞ്ഞു നമ്മുടെ സിസ്റ്റത്തിൽ വൈറസ് വരാനായിട്ട് ഒരുപാട് ചാൻസസ് ഉണ്ട് അല്ലേ. ഇമെയിൽസ് വഴിയും മറ്റുള്ള കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് ഉള്ള ഡാറ്റകൾ വഴിയും അതുപോലെ വല്ല എന്താ പറയുക USB ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതുവഴിയും ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വൈറസുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാണ്, വൈറസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല അല്ലേ. നമ്മുടെ ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ ഡാറ്റാസൊക്കെ ലൂസായി പോവുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ നമ്മുടെ സിസ്റ്റത്തിൽ വൈറസ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൽ ഒരു ആൻറ്റി വൈറസ് സ്കാനർ എപ്പോഴും ഉള്ളത് നല്ലതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വൈറസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ അതിനെ റിമൂവ് ചെയ്ത് കളയും. അതാണ് ആൻറ്റി വൈറസ് സ്കാനർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രിവെൻഷനാണ്. നെക്സ്റ്റ് ആണ് കുക്കീസ്. കുക്കീസ് ഇപ്പോൾ കൂടുതലായിട്ടും വെബ്സൈറ്റുകൾ, ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ കയറി നമ്മൾ ലോഗിൻ ചെയ്തു, അതിലെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു വെബ്സൈറ്റിലും ഇപ്പോൾ കുക്കീസ് ഉണ്ട്. കുക്കീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്ന നമ്മുടെ ഡാറ്റാസ്, ഇപ്പോൾ യൂസർ നെയിമോ പാസ്വേഡ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതും ഒരു ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് കുക്കീസ് എന്ന് പറയുന്നത്. ഒരു ടെക്സ്റ്റ് ഫയൽ പോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെബ് സെർവർ ഒന്നും അല്ലാതെ അത് എന്താ പറയുക, കുറച്ച് ടെക്സ്റ്റ് ഫയൽസ് രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ബ്രൗസറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കുക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ട്രാക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പേര്, പ്രിഫറൻസസ്, ഇമെയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുക്കീസ് വഴി നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ സമയം, ഇപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ ഡാറ്റാസൊക്കെ ഇൻസേർട്ട് ചെയ്ത് അങ്ങനെ കയറേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി നമ്മുടെ ബ്രൗസിങ് എഫിഷ്യൻറ്റും അതുപോലെ തന്നെ നമ്മുടെ സമയവും സേവ് ചെയ്യുന്ന രീതിയിലും കുക്കീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡാറ്റാസ് കുറച്ചൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കുക്കീസ് എന്ന് പറയുന്നത്.